Hi friends, എല്ലാവർക്കും Ramshad voice എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ 10 വീഡിയോയിലെ ഏഴാമത്തെ വീഡിയോ ആണ്. മുമ്പുള്ള വീഡിയോ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഏഴാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ തീർച്ചയായും മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ട് അത് ട്രൈ ചെയ്ത് നോക്കുക. അത്തരം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുക. എങ്കിൽ മാത്രമേ എക്സാമിന് എത്തുമ്പോൾ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, അല്ലെങ്കിൽ ആ മോഡലിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തുടർന്നുള്ള ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നമ്മളെ കോൺസ്റ്റബിൾ GD RPF അതുപോലെ തന്നെ കേരള PSCയുടെ ഇനി വരുന്ന എക്സാമുകളിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, മാത്സിലെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. നമ്മുടെ ഏഴാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ആറാമത്തെ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, ഒരു കോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൗ എന്ന് പറയുന്ന ഒരു ലെറ്റർ, കൗ എന്ന് പറയുന്ന വാക്ക് 19 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഹെൻ എന്ന് പറയുന്നത് 12 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലയൺ എന്നത് എങ്ങനെയാണ് സൂചിപ്പിക്കുക? കൗ എന്നൊരു പ്രത്യേക ഭാഷയിലാണ് 19 എഴുതിയിരിക്കുന്നത്, ഹെൻ എന്ന് 12 എഴുതിയിരിക്കുന്നത്. ലയൺ എങ്ങനെ എഴുതുക നോക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കൗ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് പോകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, A മുതൽ M വരെയും N മുതൽ Z വരെയും എഴുതി വെച്ചാൽ നമുക്ക് ഓരോ ലെറ്ററും ഏത് സ്ഥാനത്താണ്, എത്രാമത്തെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നൊക്കെ അറിയാൻ കഴിയും. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കൗ എന്ന് പറയുന്നത് എങ്ങനെ വന്നിട്ടുണ്ട്? സി എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? A B C ആ വന്നിരിക്കുന്നത്. സി എന്ന് പറഞ്ഞ എത്രാമത്തെ ലെറ്ററാണ്? 3ാമത്തെ ലെറ്ററാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അക്ഷരങ്ങൾ 1 മൈനസ് ചെയ്തിട്ടാണ്. സി അപ്പോൾ 2 കൊടുത്തിരിക്കുന്നത്. O എന്ന് പറയുന്നത് നമുക്ക് 15ാമത്തെ ലെറ്ററാണ്, 14 കൊടുത്തിരിക്കുന്നത്. അതുപോലെ W എന്നുള്ളത് നമുക്കറിയാം 23ാമത്തെ ലെറ്ററാണ്, അപ്പോൾ 22. അതിന് കിട്ടുന്നത് എത്രയാണ്? 2ഉം 14ഉം 16, 16 പ്ലസ് 22 കിട്ടുന്നത് 38. ആ 38നെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 19 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നത്. അതുപോലെ തന്നെ ഹെൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹെൻ എന്ന് പറയുന്നത് H എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ്? H എന്ന് പറയുന്നത് 8ാമത്തെ ലെറ്ററാണ്. അത് നമുക്ക് 7 കൂട്ടാം, 1 കുറച്ചിട്ട്. പിന്നെ E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്ററാണ്, അത് നമുക്ക് 4 കൂട്ടാം. N എന്ന് പറയുന്നത് 14ാമത്തെ ലെറ്ററാണ്, 13 കൂട്ടാം. 13, 20, 24, 24 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 12 കിട്ടുന്നത്. അടുത്തത് നമുക്ക് ലയൺ എന്നിങ്ങനെ എഴുതാം. L എന്ന് പറഞ്ഞത് 12ാമത്തെ ലെറ്ററാണ്, അപ്പോൾ 11 എടുക്കാം. പിന്നെ വരുന്നത് I എന്ന് പറഞ്ഞത് 9ാമത്തെ ലെറ്ററാണ്, 8 എടുക്കാം. പ്ലസ് O എന്ന് പറഞ്ഞത് 15ാമത്തെ ലെറ്ററാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് 14 എടുക്കാം. പിന്നെ N എന്ന് പറയുന്നത് 14ാമത്തെ ലെറ്ററാണ്, 13 എടുക്കാം. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 9 പിന്നെ 19 പ്ലസ് 14 പ്ലസ് 13 കൂടുമ്പോൾ നമുക്കൊരു 46. 46നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 23 ആണ്. കാരണം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 23 ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരുപാട് ആളുകൾ കറക്റ്റ് ആൻസർ ചെയ്തിരുന്നു, ഒരുപാട് ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കുക, ഇത്തരം രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിനെ ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരമാണ്. 10 സെൻറ്റിമീറ്ററാണ്, എല്ലാ വശവും 10 സെൻറ്റിമീറ്റർ. സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാവുന്ന ഏറ്റവും വലിയ വൃത്തം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇതിൻ്റെ വീതി അല്ലെങ്കിൽ നീളം എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ വ്യാസം ആരെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. വ്യാസം എന്ന് പറഞ്ഞാൽ ടോട്ടലായിരിക്കും. വ്യാസം എന്ന് പറഞ്ഞത് 10. ഇവിടെ വ്യാസം വരുന്നത് എങ്ങനെയാണ്? വ്യാസം വരുന്നത് 10 വരുന്നത്. 10 സെൻറ്റിമീറ്റർ വരുന്നത് എങ്ങനെ വരുന്നത്? കാരണം ആ ഒരു സമചതുരത്തിൽ 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ടത്. വലിയ വൃത്തം ഇതാണ് ഇതിൻ്റെ. ഇതെങ്കിൽ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് വ്യാസം എന്ന് പറയുന്നത്.
അതിൻ്റെ നേർപകുതിയാണ് ആരം എന്ന് പറഞ്ഞത്. 6 എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ നേർപകുതിയാണ്. അപ്പോൾ 10/2 ആണ്, അത് 5 ആയിരിക്കും. അപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ആരം. ഇനി നമുക്ക് എന്താണ് ചുറ്റളവ് കാണാൻ 2πr ആണ്. 2πr ആണ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷന്. അപ്പോൾ 2 × π × 5, 2 × 10 എത്രയാണ്? 2 × 5 എത്രയാണ്? 10 π ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 10 π സെൻറ്റിമീറ്റർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 5 സംഖ്യകളുടെ ശരാശരി 46 എന്നാൽ അവയിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 45 ആയാൽ അവസാനത്തെ സംഖ്യ എത്ര? ശരാശരിയിൽ നിന്നും വരുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 5 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 46. അപ്പോൾ 46 അതിൻ്റെ തുക കാണാൻ എന്താ ചെയ്യുക? 46 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 46 അതിൻ്റെ തുക കാണാം. 5 സംഖ്യയുടെ തുക കാണാം. 46 × 5. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 46 × 5 എങ്ങനെ? 46 × 10 460. 460 നേർപകുതി. 46ൻ്റെ നേർപകുതി എത്ര? 23. അപ്പോൾ 230. ഇനി നമ്മൾ പറഞ്ഞ 4 സംഖ്യയുടെ ശരാശരി 4 × 45. 4 × 45 45 90ആണ്. 90 180. അപ്പോൾ 4 സംഖ്യകളും തമ്മിൽ 5 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 230ഉം 180ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 230 150 പോയി കഴിഞ്ഞാൽ 50 ആണ്. അപ്പോൾ 50 ആണ് ഇവിടുത്തെ 5ാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 50 ആണ്. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വേറെ ക്വസ്റ്റ്യനാണ്. മനു ഒരു നിരയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 11ാമനാണ് എങ്കിൽ ആ നിരയിൽ മുഴുവൻ എത്ര പേർ കാണും? അപ്പോൾ ഒരു ക്യൂവിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ക്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ? 11ാമനാണ് മനു എന്ന് പറയുന്ന ആൾ. ഒരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ ഇത് ഫ്രണ്ട് ആണെങ്കിൽ ഇത് ബാക്കാണ്. ഇവിടെയാണ് മനു നിൽക്കുന്നത്. മനു പുറകിൽ നിന്നും എത്രയാണ്? 11ആണ്. മുന്നിൽ നിന്നും 11ആണ്. അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുക? ഇവിടെ 11ാമത്തെ ആള് മനു പ്ലസ് ഇവിടെ 11ാമത്തെ ആള് മനു എന്ന് പറയും. അപ്പോൾ 2 വട്ടം 11. ടോട്ടൽ ചെയ്യുക 11 + 11 ചെയ്യുക 22. ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. കാരണം 2 വട്ടം നമ്മൾ മനുവിനെ കൂട്ടിയിട്ടുണ്ട്. 11ാമത്തെ ആൾ മനുവാണ്. അതുപോലെ ഇവിടുന്ന് ബാക്കിൽ നിന്ന് നോക്കിയാലും 11ാമത്തെ ആൾ മനുവാണ്. അതുകൊണ്ട് തന്നെ 22 - 1 21 ആണ് നമ്മുടെ ആൻസർ. 21. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. 2⁵ × 9 സ്ക്വയർ ഡിവൈഡ് ബൈ 8 സ്ക്വയർ × 3⁵. 2⁵ × 9⁵2 8⁵2 × 3⁵. അതിൻ്റെ തുക എത്രയാണെന്നത് ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക എന്നുള്ള കറക്റ്റ് ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.